ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് 6:30 ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കിടക്കണേക്ക് മുന്നേ അരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡലി ഉണ്ടാക്കാണ്. ഇഡലി ഉണ്ടാക്കണേക്ക് മുന്നേ അതിൻ്റെ ഉള്ളിലും ആ ഇഡലിത്തട്ടിൻ്റെ ഉള്ളിലും പുറത്തും വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. കാരണം അടിയിലും മുകളിലും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. ഈ ഇഡലിത്തട്ടിനൊരു കുഴപ്പമുണ്ട്. ഇഡലിക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ തട്ട് വച്ച് കഴിഞ്ഞ് അത് വെന്ത് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പ്ലിങ്ങിയിരിക്കുന്നുണ്ടാവും. ഇഡലിത്തട്ടിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കറക്റ്റ് ആ ഇഡലിയായിട്ട് വീർത്ത് നമുക്ക് കിട്ടില്ല. ഇഡലിയുടെ തടുക്കൊക്കെ കുഴിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിലുണ്ടാക്കുമ്പോൾ കിട്ടാറ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചത് അതിൻ്റെ അടിയിൽ പുരട്ടി കൊടുത്തത് കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഡലിത്തട്ടിൽ മാവൊക്കെ ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ചട്നി ഉണ്ടാക്കണം. നാളികേര ചട്നി ഉണ്ടാക്കണമല്ലോ നമ്മൾക്ക് ഇഡലിക്ക് ഏറ്റവും കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാറുള്ളത് ചട്നി, സാമ്പാർ, ഇതിലേതെങ്കിലും ഒന്നൊക്കെയാണ് കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. ഇഡലിക്ക് ഒന്നിലെ സാമ്പാർ അല്ലെങ്കിൽ ചട്നി, ഇത് രണ്ടിലേതെങ്കിലും ഒന്നൊക്കെയാണല്ലോ ഉണ്ടാക്കുക. രണ്ടും ഉണ്ടാക്കണവർ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരം പൊതിക്കുകയാണ്. അപ്പോൾ പൊങ്ങായ നാളികേരമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞിതാണ്, തീരെ കുഞ്ഞിതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊളിച്ച് നോക്കിയപ്പോൾ പൊങ്ങിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ച് തന്നതാണ് കേട്ടോ പൊങ്ങ്. അപ്പോൾ 2 നാളികേരം കൂടി പൊതിച്ചെടുത്തു കേട്ടോ ആ കൂട്ടത്തിൽ. പിന്നെ വേറെ കറി വയ്ക്കാനായിട്ട് പിന്നെ ഇനി നാളികേരം പൊതിക്കണ്ടല്ലോ എപ്പോഴും. അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ നാളികേരം പൊതിച്ചെടുത്തു. അപ്പോൾ അത് പൊതിച്ചെടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പൊങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം അമ്മ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങ് എടുത്തപ്പോൾ കറക്റ്റ് അത് മുറിയാണ്ടും ഒക്കെ അങ്ങനെ കിട്ടി. അത് കഷ്ണമായി നുറുങ്ങി പോകാണ്ടൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളെ കറക്റ്റ് കാണിച്ച് തരാനായിട്ട് എനിക്ക് പറ്റിയില്ല. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഒന്നും കൂടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാത്തിലും ഉണ്ടായിട്ടാണ് പൊങ്ങ്. അപ്പോൾ വേറേന്ന് എടുത്തതാണ്. വേറേന്ന് എടുത്തപ്പോൾ കറക്റ്റ് ആദ്യം എടുത്ത പോലെ മുഴുവനായിട്ട് പൊങ്ങ് കിട്ടിയില്ല കേട്ടോ. അത് പൊടിഞ്ഞൊക്കെ ആകെ കുളമായിപ്പോയി. അപ്പോൾ എല്ലാത്തിൽ നിന്നും പൊങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നാളികേരമൊക്കെ പൊതിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങൊക്കെ എടുക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഡലി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് അതിൻ്റെ അടിയിലൊക്കെ വെളിച്ചെണ്ണ പരറ്റിയ കാരണം ശരിക്കും നമുക്ക് വീർത്ത് ഇഡലി പോലെ കിട്ടിയിട്ടോ. സാധാരണ ഇഡലിയൊക്കെ പോലെ കിട്ടി. അല്ലെങ്കിൽ ആ തട്ടിൽ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടാ. അപ്പോൾ അത് വെള്ളം കൊണ്ടുവച്ചു. കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ സ്പൂണ് വെള്ളത്തിൽ മുക്കിയിട്ട് ആണ് എടുത്തത് കേട്ടോ. ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ. അങ്ങനെ അതെല്ലാം കൂടി അത് ഇഡലി തട്ടിന്ന് എല്ലാ ഇഡലിയും കൂടി എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ടു. നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു കേട്ടോ കിട്ടിയത്. നല്ല സോഫ്റ്റ് ഇഡലി എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമതും ഇഡലിക്ക് അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ചട്നിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചിരകിയതുണ്ടായിരുന്നു. 1 മുറി നാളികേരമാണ് ചിരകിയത് കേട്ടോ. നാളികേരം ചിരകിയതും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് അരയ്ക്കാനായിട്ട് അമ്മ കൊണ്ടുപോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വഴുതനങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങ അരിഞ്ഞെടുത്തു കേട്ടോ. വഴുതനങ്ങ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് തീ കത്തിച്ച് ചീഞ്ചട്ടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡലി കഴിക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഡലി കഴിക്കാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയാണ് ചട്നിക്ക് ടേസ്റ്റ്. വറ്റൽമുളകാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും ഉണ്ടായില്ല. അപ്പോൾ അതിലേക്ക് ഇത് നമ്മുടെ
വച്ചേക്കണ അരച്ച് വെച്ചേക്കണ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചൂടായപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ആ അടുപ്പിൽ തന്നെ തീ കെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് കാരണം ആ അടുപ്പുമ്പോൾ തന്നെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരിയല്ല കേട്ടോ വയ്ക്കണം, മെഴുക്ക് പുരട്ടിയല്ല ചാറോടെയാണ് വെക്കണത്. അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് വേറെ ഒന്നും സവോള ഉള്ളി ഇതൊന്നും ഇട്ടില്ല, നേരെ ഈ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് അത് വാടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. പുളി പിഴിഞ്ഞൊഴിച്ച് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുറുതായി കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ, വാങ്ങി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കറി വയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കലും കറി വയ്ക്കലൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് പോയിട്ട് പൂക്കളിടാമല്ലോ. അപ്പോൾ പൂക്കളിടാനായിട്ട് പോവാണ്. അപ്പോൾ പൂക്കളിടാമെന്ന് വിചാരിച്ച് പോയപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് നല്ല മഴ കേട്ടോ ആ നേരത്ത്. അപ്പോൾ മഴ മാറട്ടെ എന്ന് വിചാരിച്ചു, പൂക്കൾ പൊട്ടിക്കാൻ പോകണമല്ലോ, പൂക്കൾ പൊട്ടിക്കാൻ മഴയത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം മഴ മാറട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ പൂ പൊട്ടിക്കാനായിട്ട് പോയിട്ടാണ് ഇന്ന് പൂക്കളിടാനായിട്ട് നേരം വൈകി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളം ഒക്കെ രാവിലെ തന്നെ നമ്മൾ ഇടണം. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പൂക്കളം ഇടണമല്ലേ. പക്ഷേ ഞാൻ ഇന്ന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയായിരുന്നു കേട്ടോ, നേരം വൈകിയായിരുന്നു പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇന്നലെ ഇട്ട പൂക്കളം അത് അടിച്ച് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ കൈ കൊണ്ട് വാരി എടുത്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ രണ്ടാമതും പൂക്കളം ഇട്ടു കേട്ടോ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഡലി കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോഴേക്കും ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്നി കൂട്ടി ഇഡലിയൊക്കെ കഴിച്ചു. ഇഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓണമല്ലേ വരണേ, അപ്പോൾ ഓണത്തിനുള്ള വൃത്തിയാക്കൽ ഇപ്പോഴേ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചായിട്ട് ഇപ്പോഴേ തുടങ്ങാം. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം ഒന്നും അത്ര വലിയ തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് ചെയ്യണ്ടല്ലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. ഇപ്പോഴേ കുറച്ചായിട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ആ സമയത്ത് അതിൻ്റെ തലേ ദിവസം തോന്നില്ല. പിന്നെ തലേ ദിവസം വലിയ പണി ഉണ്ടാവില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. ബാക്കി ഓണത്തിനുള്ള നമ്മുടെ തൃക്കാരപ്പൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തൃക്കാരപ്പൻ്റെ പണി നോക്കുക, അല്ലെങ്കിൽ വേറെ എന്ത് പണി വേണമെങ്കിലും നമുക്ക് സ്വസ്ഥ സമാധാനം ആയിട്ടിരുന്ന് ചെയ്യാം. ഈ ടെൻഷൻ ഉണ്ടാവില്ല. വൃത്തിയാക്കണമല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം ജനലകളൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അന്ന് മാറാമ്പല തട്ടിയതാണ്, പക്ഷേ അപ്പോഴേക്കും വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാറാമ്പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിയാലും ഒരു കാര്യമില്ല, പിന്നെയും വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ചൂല് വെച്ചിട്ട് ആ മാറാമ്പലയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തുണി എടുത്ത് ഒന്ന് നനച്ചിട്ട് ഒന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ. ജനലയുടെ കമ്പിയും അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. കുറച്ച് ദിവസമായിട്ടാണ് തുടച്ചിട്ട്. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ജനലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ജനലയുടെ വാതിലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. കമ്പിയൊക്കെ ആദ്യം തുടച്ച് വൃത്തിയാക്കി, അത് കഴിഞ്ഞിട്ട് ജനലയുടെ വാതിൽ തുടച്ച് വൃത്തിയാക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുള്ള കയറി വരുന്ന ഹാളിൽ തന്നെയുള്ള ജനലയാണ് ഇപ്പോൾ തുടയ്ക്കണത് കേട്ടോ. അപ്പോൾ അതുമ്പോൾ കുറച്ച് പൊടി മാറാമ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂലെടുത്തിട്ട് അങ്ങനെ തട്ടാണ് കേട്ടോ. തട്ടിക്കഴിഞ്ഞിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി ആദ്യം പുറത്ത് നിന്ന് ജനലയുടെ വാതിലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയിട്ട് കമ്പികളൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം പുറത്ത് നിന്ന് ജനലയുടെ വാതിലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഉള്ളിൽ ചെന്ന് അതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ജനലൊക്കെ തുടച്ച തുണി കഴുകി അതേമ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.